നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യും? ഇന്ന് ഉച്ചയ്ക്ക് ആ കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. പട്ടിക ഗവർണർക്ക് 2 മണിയോടെ കൈമാറേണ്ടതുണ്ട്. ചിലരുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമാകാനുണ്ട്. അതിലൊക്കെ ചർച്ചകളും സജീവമാണ്. എന്തായാലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രൗഢഗംഭീരമായ വേദി ഒരുങ്ങുകയാണ്. ദളപതി എത്തുമോ എന്ന ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ് ആരാധകർ. എന്തായാലും നമുക്ക് വാർത്തകൾ വിശദമായി തന്നെ നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. വി.ഡി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മന്ത്രിസഭയിൽ ആരൊക്കെയെന്ന് ഇന്ന് ഉറപ്പിക്കും. ഉച്ചയോടെ പട്ടിക ഗവർണർക്ക് കൈമാറും. സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങി തലസ്ഥാനം. സത്യപ്രതിജ്ഞ നാളെ രാവിലെ 10-ന്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. രണ്ടു മന്ത്രിമാരെന്ന ആവശ്യത്തിൽ ഉറച്ച കേരള കോൺഗ്രസ്. ടേം വ്യവസ്ഥയിൽ നീരസവുമായി മാണി സി കാപ്പനും അനൂപ് ജേക്കബും. ആഭ്യന്തരം നൽകിയിട്ടും ഒപ്പം നിൽക്കുന്നവർക്കായി വാദിച്ചു ചെന്നിത്തല. അനുനയ നീക്കം തുടർന്ന കോൺഗ്രസ്. ലീഗ് മന്ത്രിമാരെ ഇന്ന് പ്രഖ്യാപിക്കും. വകുപ്പുകളിൽ ചർച്ച തുടരുന്നു. ലീഗിനെ കടന്നാക്രമിച്ച യോഗനാഥം എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശൻ. മലബാർ കലാപവും മാറാടും മറക്കില്ല എന്ന തലക്കെട്ടിൽ മുഖപ്രസംഗം. അധികാരം ഉറപ്പായതോടെ ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധതയിലേക്കെന്നും ലീഗിന്റെ മതേതര നിലപാടിനെ എതിർക്കുന്നവരെ മുസ്ലിം വിരുദ്ധരാക്കിയെന്നും വിമർശനം. അധികാരത്തിലേറും മുൻപ് മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും പരാമർശം. സംസ്ഥാനത്ത് ശക്തമായ മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മധ്യ വടക്കൻ കേരളത്തിൽ ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ജാഗ്രത വേണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി. നെതർലൻഡ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. മോദി എത്തുന്നത് സ്വീഡിഷ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരം. വ്യാപാര സഹകരണം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഇരു നേതാക്കളും ചർച്ച നടത്തും. FA കപ്പ് കിരീടം മാഞ്ചസ്റ്റർ സിറ്റിക്ക്. ഫൈനലിൽ കരുത്തരായ ചെൽസിയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 1 ഗോളിന്. IPL പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചത് 29 റൺസിന്. എന്തായാലും വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും ഒക്കെ നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. ചർച്ചകൾ രാവിലെയും തുടരും. വകുപ്പുകളുടെ കാര്യത്തിൽ മുസ്ലിം ലീഗുമായി വീണ്ടും ചർച്ച നടക്കും. മന്ത്രിമാരുടെ എണ്ണത്തിൽ കേരള കോൺഗ്രസുമായും ചർച്ച നടത്തും. ഉച്ചകഴിഞ്ഞ് ഗവർണർക്ക് പട്ടിക കൈമാറും. നാളത്തെ സത്യപ്രതിജ്ഞയ്ക്കായി എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം എല്ലാവരും നാളത്തെ ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. അതിനായിട്ടുള്ള ഒരു മാരത്തോൺ ചർച്ചകളും കോൺഗ്രസിൽ നടക്കുകയാണ്. കാരണം ചില മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും തീരുമാനമാകാനുണ്ട്. വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമാകാനുണ്ട്. അങ്ങനെ ചർച്ചകളൊക്കെ ആ രീതിയിൽ സജീവമായി തന്നെ നടക്കുന്നൊരു ദിവസമായിരിക്കും ഇന്ന്, അല്ലേ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇന്ന് മാരത്തോൺ ചർച്ചകളുടെ, ഇന്നലെ രാത്രി വരെ നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചകളുടെ തുടർച്ച ഇന്നുണ്ടാകും. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി ചർച്ചകളൊക്കെ അവർ പൂർണ്ണമായും അവസാനിപ്പിക്കും. കാരണം 2 മണിയാകുമ്പോൾ ഗവർണർക്ക് പട്ടിക കൈമാറേണ്ടതുണ്ട്. 21 മന്ത്രിമാർ, 20 ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരുടെ പട്ടികയാണ് കൈമാറേണ്ടത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ചർച്ച നടക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ചർച്ചകൾ തന്നെയാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരാണ്. അതിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് ആഭ്യന്തരവും വിജിലൻസും അത് ഇന്നലെ തീരുമാനമായതാണ് ഉറപ്പിച്ച്. മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യും. അപ്പോൾ മറ്റു 10 മന്ത്രിമാരുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള 4 MLA-മാരെ ഇന്നലെ മുതലേ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന ആ MLA-മാരെ കൂടി പരിഗണിക്കണമെന്നാണ്. അത് 4-ൽ എത്ര പേരെ പരിഗണിക്കണമെന്നല്ല, ഈ 4-ൽ ആരെങ്കിലും പരിഗണിച്ചേ മതിയാകൂ എന്ന ഒറ്റപ്പിടിവാശിയിൽ അദ്ദേഹം നിൽക്കുകയാണ്. 4 MLA-മാർ എന്ന് പറയുമ്പോൾ TJ വിനോദ്, അൻവർ സാദത്ത്, ഒപ്പം തന്നെ IC ബാലകൃഷ്ണൻ, ഒപ്പം തന്നെയും ജ്യോതികുമാർ ചമക്കാല, ഈ 4 പേരെയുമാണ് അദ്ദേഹത്തിനൊപ്പമുള്ള MLA-മാർ. ഇവരുടെ പേര് അദ്ദേഹം ഉയർത്തുന്നതിനാൽ നേരത്തെ തന്നെ, അതായത് ഇന്ന് ഈ 2 ദിവസമായി നടത്തുന്ന ചർച്ചകളിൽ ഏറെക്കുറെ 10 പേരെ കൃത്യമായി തന്നെ ഉറപ്പാക്കി കഴിഞ്ഞു. ആ 10 പേരിൽ അവസാനത്തെ 2 പേരോ ഒരാളോ 2 പേരോ പേര് വെട്ടി രമേശ് ചെന്നിത്തല പറയുന്ന അദ്ദേഹത്തിന്റെ ക്യാമ്പിലുള്ള MLA-മാരെ തിരികെ കയറ്റാനുള്ള ഒരു അവസാനവട്ട ചർച്ചകൾ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ അത് അനുനയിപ്പിക്കും. കാരണം അങ്ങനെ ചേർക്കുകയാണെങ്കിൽ സമുദായ സമവാക്യങ്ങളും ജില്ലാ അടിസ്ഥാനത്തിലുള്ളത് യുവാക്കളുടെ പ്രാതിനിധ്യം, സ്ത്രീകളുടെ പ്രാതിനിധ്യം, അങ്ങനെയുള്ള പരിഗണനകളൊക്കെ തന്നെ മാറി മറിയേണ്ടി വരുന്നൊരു സാഹചര്യം
സാഹചര്യം. ആ ചർച്ചകളാണ് ഇന്നലെ രാത്രിയും KPCC ആസ്ഥാനത്ത് നടന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല. ഇന്നും ആ ചർച്ചകൾ അത് അതിവേഗത്തിൽ അത് പൂർത്തിയാക്കണം. അതിനുശേഷം ഘടകകക്ഷിയുടെ ചർച്ചകളിലേക്ക് കടക്കണം. എന്തായാലും മന്ത്രിമാർ, മറ്റു 10 മന്ത്രിമാർ, ഉറപ്പിച്ച മന്ത്രിമാർ നമുക്ക് ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. ആ പേരുകളിൽ ആദ്യ പട്ടികയിലുള്ള പേരുകളിൽ മാറ്റം ഉണ്ടാവില്ല. അതായത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. പിന്നെ K മുരളീധരൻ, അദ്ദേഹത്തിനും ഏറ്റവും നല്ല വകുപ്പ്. ഇവരൊക്കെ ഉറപ്പിച്ച ആൾക്കാരാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ആദ്യം സ്പീക്കർ എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒടുവിൽ മന്ത്രിസ്ഥാനം തന്നെ വേണമെന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മന്ത്രിമാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ തിരുവഞ്ചൂർ സ്പീക്കർ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഒപ്പം തന്നെയും PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, യുവനിരയിൽ നിന്ന് M ലിജു, ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ, ഈ പേരുകൾ, AP അനിൽകുമാർ, ഈ പേരുകളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞ പേരുകളാണ് ഈ പട്ടികയിൽ. ഇവരിൽ രമേശ് ചെന്നിത്തലയുടെ വിഭാഗത്തിൽ നിന്നുള്ള MLA 4 MLA ആർക്കെങ്കിലും മന്ത്രിസഭയിൽ പരിഗണന ലഭിക്കുകയാണെങ്കിൽ അവസാനം കേട്ട പേരുകളിൽ എന്തെങ്കിലും മാറ്റം. അൺഫിൽട്ട് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിലെ പ്രശ്നം തീർന്നിട്ട് വേണം ഇനി ഘടകകക്ഷികളുടെ കാര്യത്തിലേക്ക് വരാൻ. അവിടെയാണെങ്കിൽ ഈ കേരള കോൺഗ്രസിൽ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ ടേം വ്യവസ്ഥയിലാണെങ്കിൽ മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും നീരസമുണ്ട്. അതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ലീഗിന് അവരുടെ വകുപ്പുകളിൽ ചില വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതൊക്കെ ഇനി 2 മണിക്കുള്ളിൽ തീരുമാനിക്കേണ്ടതല്ലേ? തീർച്ചയായും 2 മണി എന്നത് ഒരുപക്ഷെ നീണ്ടുപോയാലും, കാരണം ഗവർണർക്ക് ഒരു 7 മണിക്ക് മുമ്പേക്ക് പട്ടിക കൊടുത്താൽ മതി. പക്ഷെ അത്രത്തോളം നീളാതെ ഒരു നേരത്തെ, കാരണം ഇത് തീരുമാനമായിട്ട് മാധ്യമ സമ്മേളനം വിളിച്ച് പത്രക്കാരെ അറിയിക്കണം. ആദ്യം KPCC അധ്യക്ഷൻ കോൺഗ്രസിലെ 12 പേരെയും പ്രഖ്യാപിക്കും. അതിനുശേഷം ഘടകകക്ഷികൾ, ലീഗിൽ പാണക്കാട് തങ്ങൾ, അദ്ദേഹത്തിന്റെ പാണക്കാട് തങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അത് അവരുടെ നന്ദാവനത്തെ ഓഫീസിൽ വെച്ച് അവരുടെ 5 മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഒക്കെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വകുപ്പുകളുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതിനപ്പുറത്തേക്ക് മന്ത്രിമാരുടെ എണ്ണം ഒരുപക്ഷെ പ്രഖ്യാപിക്കും. അതിനുശേഷം മറ്റു ഘടകകക്ഷികൾ പ്രഖ്യാപിക്കും. ഇതിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ, അത് ഇന്നലെ മുതലേ ചർച്ചയിൽ തീരുമാനമൊക്കെ ആയതാണ്. ഇനി അവർ ആരൊക്കെയാണ് എന്നതിൽ ചില ആശയക്കുഴപ്പം ഇപ്പോഴും നിൽക്കുന്നത്. PK ബഷീറിനെ ഉൾപ്പെടുത്തണോ, KM ഷാജിയെ ഒഴിവാക്കണമോ, അതോടൊപ്പം തന്നെ പാറക്കൽ അബ്ദുള്ളയാണോ, അബ്ദുൾ ഗഫൂറാണോ, ഇത്തരത്തിലുള്ള ചില മന്ത്രിസ്ഥാനത്ത് അവസാനമുണ്ട്. അത് ലീഗിനുള്ള ആഭ്യന്തര വിഷയമാണ്. അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ആ 5 മന്ത്രിമാരുടെ വകുപ്പുകൾ അത് കോൺഗ്രസുമായി ചർച്ച ചെയ്യുന്നു. ആദ്യം അത് കാലങ്ങളായി അവർ കൈകാര്യം ചെയ്യുന്ന UDF സർക്കാരുകൾ, എല്ലാ UDF സർക്കാരുകളും കൈകാര്യം ചെയ്ത വകുപ്പുകൾ അതേ രീതിയിൽ തന്നെ തുടരും. അതായത് വിദ്യാഭ്യാസവും വ്യവസായം IT ഒക്കെ പൊതുമരാമത്തൊക്കെ തന്നെ അവരുണ്ട്. ആ പൊതുമരാമത്ത് ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം പിന്നെ ജോസഫ് ഗ്രൂപ്പുമായുള്ള ചർച്ച. ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിമാർ നല്ല പിടി ഭാഷയിൽ നിൽക്കാൻ ഒട്ടും തന്നെ അയവ് വരുന്നില്ല. ഇന്നലെ രാത്രി 2 തവണ ചർച്ച നടത്തിയിട്ടും അതിലായിരുന്നില്ല. ഒരു മന്ത്രിസ്ഥാനം, ഒരു ചീഫ് വിപ്പ് സ്ഥാനം ഒക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ആ ചർച്ച ഇന്ന് രാവിലെയും തുടരും. അതിലെന്തായാലും തീരുമാനമാക്കുക തന്നെ ചെയ്യും. നിലവിൽ മനസ്സിലാക്കുന്നത് ഒരു മന്ത്രിസ്ഥാനം മാത്രമേ, മോൻസ് ജോസഫ് മാത്രം മന്ത്രിയാകും. അപ്പോൾ ഒരുപക്ഷെ ചീഫ് വിപ്പിന്റെ പദവി കൂടി അവർക്ക് നൽകും. ചിലപ്പോൾ PJ ജോസഫിന് കമ്മീഷൻ പദവി കൂടി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെയും പിന്നെ ചർച്ച RSPയുടെ ഷിബു ബെബിജൻ. ആ ഷിബു ബെബിജൻ ഏത് വകുപ്പ് എന്നതിലാണ് ഇന്നൊരു ഉച്ചയ്ക്ക് മുന്നേ ഒരു ക്ലാരിറ്റി വരുത്തുന്നത്. ഈ ഘടകകക്ഷികളുടെ എല്ലാ മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ കൃത്യത വരുത്തും. CP ജോണിന് അദ്ദേഹം മുഴുവൻ സമയം, ഒറ്റ MLA ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന് മുഴുവൻ സമയം, അതായത് 5 വർഷവും മുഴുനീള മന്ത്രി തന്നെയായിരിക്കും. ഗതാഗത വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. അതേസമയം ഇടഞ്ഞു നിൽക്കുന്നത് മാണി സി കാപ്പനും അനൂപ് ജേക്കബുമാണ്. അവർ ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിൽ വരെയും അവരുടെ ചർച്ചയായിരുന്നു നീണ്ടത് KPCC ആസ്ഥാനത്ത്. പക്ഷേ ടേം വ്യവസ്ഥയിൽ അവർ ഒട്ടും തന്നെ തയ്യാറല്ല. 2 പേരും ഒരേ രീതിയിൽ നിൽക്കുകയാണ്. അത് വീണ്ടും ചർച്ച നടത്തി ടേം വ്യവസ്ഥയിൽ അവരെ നിർത്തിയാൽ മാത്രമേ കോൺഗ്രസിന് 12 മന്ത്രിമാർ എന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകാനാവുകയുള്ളൂ. ആ രീതിയിലാണ് ചർച്ചകൾ. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ചർച്ചകൾ അവസാനിപ്പിച്ച് തീവ്ര ശ്രമം തന്നെയാണ് നടത്തുന്നത്. അതിനുശേഷം ഗവർണർക്ക് ഒരുപക്ഷെ അത് വൈകിട്ട് 2 മണിക്കുള്ളിലൊക്കെ കൈമാറാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രി, ഒപ്പം കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിലായിരിക്കും 10 വർഷങ്ങൾക്ക് ശേഷം VD സതീശൻ സർക്കാർ അധികാരമേൽക്കുന്നത്. തീർച്ചയായും അൺഫിൽട്ട്, എന്തായാലും അൺഫിൽട്ട് സൂചിപ്പിച്ച പോലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി VD സതീശൻ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരാരൊക്കെയാണ്, അവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതിനായി കാത്തിരിക്കുകയാണ് ഏവരും. എന്തായാലും മുസ്ലിം ലീഗിനെ വീണ്ടും കടന്നാക്രമിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. മലബാർ കലാപവും മാറാടും മറക്കില്ല എന്ന തലക്കെട്ടിൽ യോഗനാഥം എഡിറ്റോറിയൽ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചിരിക്കുന്നത്. ആ എഡിറ്റോറിയലിൻ്റെ ഒരു പൂർണ്ണ രൂപം ഒന്ന് വിശദമാക്കാമോ?
മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളിയുടെ ഈ വിമർശനം ഇതാദ്യമല്ല. പക്ഷേ ഇത് ഒരു ഘട്ടം, അതായത് പുതിയ UDF സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കൂടുതൽ കടുത്ത രൂക്ഷമായ ഒരു വിമർശനവുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തുന്നത്. സൂചിപ്പിച്ചോളം തന്നെ മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിലാണ് യോഗനാഥത്തിന്റെ എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി കുറിക്കുന്നത്. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധത്തിലേക്ക് മാറിയെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രധാന വിമർശനം. ഒപ്പം തന്നെ UDF അധികാരത്തിലേറും മുൻപ് തന്നെ മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നു. ലീഗിന്റെ മതേതര നിലപാടിനെ എതിർക്കുന്നവരെ മുസ്ലിം വിരുദ്ധരാക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. അതിന്റെ വർഗീയതയെ എതിർത്തതിനെ തന്നെ തെരുവിൽ അധിക്ഷേപിച്ചു. ഒപ്പം തന്നെ KM ഷാജി ഉൾപ്പെടെയുള്ള ലീഗിന്റെ പ്രവർത്തകരെ ഉൾപ്പെടെ നേതാക്കളെ ഉൾപ്പെടെ തന്നെ വെള്ളാപ്പള്ളി വിമർശിക്കുന്നുണ്ട്. KM ഷാജി മന്ത്രിയാക്കിയാൽ അത്തരത്തിലേക്ക് മതസൗഹാർദ്ദം പൂത്തുലയുമെന്നാണ് ലീഗിന്റെ നിലപാടെന്നാണ് വെള്ളാപ്പള്ളിയുടെ പരിഹാസം. ഒപ്പം സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി കൂട്ടുപിടിക്കുന്നുണ്ട്. തന്നെയും സുകുമാരൻ നായരെയും വലിയ രീതിയിൽ വിമർശനത്തിന് അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധത്തിന് ഈ ലീഗ് വഴിതെളിക്കുന്നു. ഭരണത്തിന്റെ മറവിൽ മതതീവ്രവാദികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. അതിനെ ഈ സർക്കാർ ഏത് നിലയിൽ സംരക്ഷിക്കും, അല്ലെങ്കിൽ സർക്കാർ അതിന് കാവൽ നിൽക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം എന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. ലീഗ് അഭിനയിക്കുന്ന മതേതര നാടകം അത് കപട നാടകമാണ്. അത്തരത്തിലേക്ക് ലീഗിന്റെ ഒരു നിലപാട് ഇനിയും ആവർത്തിക്കാൻ അനുവദിക്കില്ല. അതായത് ഹിന്ദു സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ ലീഗ് നടത്തുന്നത്. ഇനിയും അത്തരത്തിലേക്കുള്ള ശ്രമം നടന്നു കഴിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് എതിർക്കും. ഒപ്പം തന്നെ SNDP യോഗത്തിനെതിരെ ലീഗ് കനത്ത രീതിയിലുള്ള പ്രതിഷേധവുമായി, അല്ലെങ്കിൽ ലീഗിനെ തകർക്കാൻ SNDP യോഗത്തിന് തകർക്കാനുള്ള ശ്രമം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ ഇനി ഉണ്ടായാൽ അതിനെ നഖശിഖാന്തം എതിർക്കുമെന്നും വെള്ളാപ്പള്ളി വെല്ലുവിളിക്കുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് ആ നിലയിലാണ്. സമുദായത്തെ തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും കൈകാര്യം ചെയ്യുമെന്ന വെല്ലുവിളി കൂടിയാണ് ഈ എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി പ്രധാനമായും ഉന്നയിക്കുന്നത്. മാറാട് കലാപത്തിന് പിന്നിലെ കൈകൾ ആരുടേതാണെന്ന് അറിയാമെന്നും വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ലീഗിനെ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ വെള്ളാപ്പള്ളി കടന്നാക്രമിക്കുന്നു എന്നുള്ളതാണ്. പുതിയ സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിലാണ് ഈ നിലയിലേക്കുള്ള ഒരു കടുത്ത വിമർശനം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ നിലയിൽ ഇനി UDF സർക്കാർ ഏത് നിലയിലായിരിക്കും ഈ ലീഗിനെ കൈകാര്യം ചെയ്യുന്നത്, ലീഗിന്റെ നിലപാടുകളെ ആ നിലയിലേക്ക് സഹായിക്കുവാൻ ഈ സർക്കാർ ശ്രമിക്കുമോ എന്നുള്ളത് കണ്ടറിയണമെന്നും വെള്ളാപ്പള്ളി വിമർശനത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നു. ശ്രീജ. ശരി അജയൻ, എന്തായാലും ലീഗിനെതിരെയുള്ള വിമർശനം വെള്ളാപ്പള്ളി നടേശൻ നിർത്തുന്നില്ല. മുസ്ലിം ലീഗിനെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ നിന്നും കടന്നാക്രമിച്ചിരിക്കുന്നു. അത് മലബാർ കലാപവും മാറാടും മറക്കില്ല എന്ന തലക്കെട്ടിൽ യോഗനാഥം എഡിറ്റോറിയലിലൂടെയാണ്. വിവരങ്ങളുമായി പങ്കുചേരുകയായിരുന്നു അജയ്നാഥ്. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാര സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള വിദേശ പര്യടനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലാൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് ഭരണത്തലവനായ വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജകുമാരിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സന്ദർശനത്തിനിടെ ഹേഗിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ 4 പ്രധാന ലക്ഷ്യങ്ങളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുക, ആഗോള നിർമ്മാണ ഹരിത ഊർജ്ജ ഹബ്ബായി മാറുക, ലോകത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ചാലക ശക്തിയായി പ്രവർത്തിക്കുക എന്നിവയാണ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴയാണ്. 9 ജില്ലകളിൽ ഇന്നും യെല്ലോ അലേർട്ടുണ്ട്. മധ്യവടക്കൻ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്കും കാറ്റിനുമൊക്കെ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ജാഗ്രത വേണം. അതുതന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വരും മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മിപ്രിയ നൽകും. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമേ നമുക്കറിയാം കോഴിക്കോടൊക്കെ ശക്തമായ മഴയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മരമൊക്കെ കടപുഴകി വീണു, വീടുകൾക്കൊക്കെ കേടുപാടുണ്ടായി. അപ്പോൾ ഇന്നും മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. മഴയ്ക്ക് പുറമെ ശക്തമായ ഇടിമിന്നലിനും കാറ്റിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടതാണ് കോഴിക്കോട് മലയോര മേഖലകളിൽ അതിശക്തമായ മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ
വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 20 വീടുകൾ ഇത്തരത്തിൽ തകർന്നിരുന്നു. 10 വീടുകളാണ് കുറച്ചധികം, അതായത് വീടിൻ്റെ ചില ഭാഗങ്ങൾ തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ നാശം വിതച്ചുകൊണ്ട് തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ മഴ പെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ മെയ് 18 വരെയാണ് മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പുള്ളത്. അതുപോലെ തന്നെ മെയ് 26 കാലവർഷം എത്തുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഏതായാലും കേരളത്തിൽ അതിശക്തമായ മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് കൂടുതലായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മാതൃകാ ടൗൺഷിപ്പിൽ ആദ്യ കുടുംബത്തിന്റെ ഗൃഹപ്രവേശം ഇന്ന് നടക്കുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഏതായാലും നമ്മളെല്ലാവരും കണ്ടതാണ് വലിയ രീതിയിൽ, അതായത് ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. എങ്കിൽ പോലും ഇന്ന് കുടുംബം അങ്ങോട്ടേക്ക് താമസം മാറുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്തയും വയനാട് നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചോരുന്നുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് കൂടി, അതായത് കുടുംബം അങ്ങോട്ടേക്ക് മാറുന്നത് എന്നുള്ളതാണ്. അതേസമയം ഈ ഒരു കുടുംബത്തിന്, ഈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന് ലീഗും വീട് വെച്ച് നൽകിയിരുന്നു. അത് ആ ഒരു ആശ്വാസവും ഇതിന്റെ പിന്നാലെ ഉണ്ട്. ലക്ഷ്മി, എന്തായാലും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം മാതൃകാ ടൗൺഷിപ്പിൽ ആദ്യ കുടുംബത്തിന്റെ ഗൃഹപ്രവേശം ഇന്ന് നടക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്ന അത്യാധുനിക ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം ഇന്ന് താമസം ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു ലക്ഷ്മി പ്രിയ. ഇപ്പോൾ മഴക്കാലമായിരിക്കുകയാണ്, മഴയൊക്കെ തുടങ്ങിയപ്പോൾ കർഷകരും ആ ഒരു ആശങ്കയിൽ തന്നെയാണ്. എന്തായാലും നെല്ല് കാലതാമസമില്ലാതെ സംഭരിക്കുമെന്നും നെല്ലിൻ്റെ വില ഉടനെ തന്നെ നൽകുമെന്നും സർക്കാരിൻ്റെ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കോട്ടയം തിരുവാർപ്പിലെ കർഷകർ. കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചതിനൊപ്പം സംസ്ഥാന സർക്കാർ പ്രോത്സാഹന വീതം കൂടി നൽകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും നെല്ലിന് കിലോയ്ക്ക് 35 രൂപയെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ കൃഷി ആദായകരമായി മാറുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. വിളവെടുത്ത നെല്ല് ദിവസങ്ങളും ആഴ്ചകളും പാടത്തു തന്നെ കിടക്കുന്ന സ്ഥിതി കർഷകർക്ക് നൽകുന്ന ദുരിതം ചെറുതല്ല. കിഴിവിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ മില്ലുടമകൾ സംഭരണത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തിയാണ് നെല്ല് സംഭരണത്തിന് വഴിയൊരുക്കുന്നത്. മാത്രമല്ല, സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാൻ മാസങ്ങളോളം കാത്തിരിക്കുന്ന അവസ്ഥയ്ക്കും പരിഹാരമുണ്ടാകണം. നെല്ല് സംഭരണത്തിനായി റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തിയാൽ നെല്ലിന്റെ വില കിട്ടാനുള്ള കാലതാമസം ഒഴിവാകും. ഇതിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കും എന്ന കടുത്ത തീരുമാനത്തിലാണ് തിരുവാർപ്പിലെ കർഷകർ. തിരുവാർപ്പ് പഞ്ചായത്തിലെ മീഞ്ചറയിൽ ചേർന്ന കർഷകരുടെ കൂട്ടായ്മയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നെല്ല് എടുക്കുക എന്നുള്ളതും നെല്ലിന് അതിൻ്റെ വില കൃത്യമായി നൽകുക എന്നുള്ളതും നമ്മുടെ വലിയ ആവശ്യമാണ്. കർഷകൻ കടവും വിലയും വാങ്ങിച്ച് ഈ കൃഷി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ കൃഷി ചെയ്താൽ അവസാനം ഈ നെല്ലെടുക്കുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നമാണ്, ഈ നെല്ലെടുപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിന് കൃത്യമായ ഒരു തീരുമാനം ഈ ഗവൺമെൻറ് ഉണ്ടായില്ല എങ്കിൽ നമ്മുടെ ആലപ്പുഴയും കോട്ടയത്തെയും മുഴുവൻ കർഷകരും ഒന്നിച്ചുകൊണ്ട് നെൽപ്പാടങ്ങൾ തരിച്ചിടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്ന ആ ഒരു തലത്തിലേക്ക് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്തും വളവും കൃത്യമായി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും പ്രകൃതിക്ഷോഭവും മറ്റും മൂലമുള്ള കൃഷിനാശത്തിന് നഷ്ടപരിഹാരത്തുക ഉയർത്തണം എന്നതുമടക്കം വിവിധ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില ക്വിൻ്റലിന് 72 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ പ്രയോജനം കർഷകർക്ക് ലഭിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോത്സാഹന വിഹിതം കൂടി ലഭിക്കണം. പ്രോത്സാഹന വിഹിതം നിലനിർത്തുകയും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ക്വിൻ്റലിന് 72 രൂപ കൂടി ലഭിക്കുകയും ചെയ്താൽ നെല്ലുവില കിലോയ്ക്ക് 30.72 രൂപയായി മാറും. എന്നാൽ നെല്ലിന് കിലോയ്ക്ക് 35 രൂപയെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ കൃഷി ആദായകരമാവുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ നെൽകൃഷിയെ നിലനിർത്താൻ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയും നെല്ലുവില നൽകാൻ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുകയും ചെയ്യണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം. ആലപ്പുഴ നഗരത്തിന് ജില്ലാ കോടതിപ്പാലം നൽകുന്ന തലവേദന ഒഴിയുന്നില്ല. പൊളിച്ച കോടതിപ്പാലത്തിന്റെ നിർമ്മാണം മന്ദഗതിയിൽ തുടരുന്നതോടെ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് തുടരുകയാണ്. ആ വാർത്തയിലേക്ക്. ജില്ലാ കോടതിപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ബദൽ പാതകളിലും പുന്നമടയിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷൻ ഭാഗത്തു നിന്നും പഴയ പോലീസ് ഔട്ട്പോസ്റ്റിനടുത്ത് നിർമ്മിച്ച പാലത്തിലേക്ക് കയറുന്ന വഴികളിലുമുള്ള ഗതാഗതക്കുരുക്കിലാണ് യാത്രക്കാർ വലയുന്നത്.
പാലത്തിന്റെ പണി നടക്കുന്നതിനാൽ കൈചൂണ്ടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നഗര ചത്തുരം തുറന്നു നൽകിയാണ് ഗതാഗതം ക്രമീകരിച്ചത്. ശവക്കോട്ടപ്പാലം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ YMCAയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുല്ലയ്ക്കൽ വഴി KSRTC ബസ് സ്റ്റാൻഡിലേക്കും നേരെ ബിവറേജസിന് മുന്നിലൂടെ സ്റ്റാൻഡിലേക്ക് എത്തുന്ന രീതിയിലുമാണ്. YMCAയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ കോടതിക്കടുത്തേക്ക് എത്തുന്ന ഇടുങ്ങിയ വഴിയിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ട്. എന്നാൽ ഈ വഴികളിലെല്ലാം സ്ഥിരമായി ഗതാഗത കുരുക്കുണ്ടാകുന്നു. YMCAയിൽ നിന്ന് കോടതി ഭാഗത്തേക്കുള്ള റോഡിൽ ഒരു വശം മാത്രമാണ് 4 ചക്ര വാഹനങ്ങൾക്ക് അനുവദിച്ചത്. എന്നാൽ പല സമയത്തും പ്രത്യേകിച്ച് പോലീസ് ഇല്ലാത്ത നേരങ്ങളിൽ 2 ഭാഗത്തു നിന്നും വാഹനങ്ങൾ കയറുന്നത് ഗതാഗത കുരുക്കുണ്ടാക്കുന്നു. YMCAയിൽ നിന്ന് ഇരുമ്പുപാലം ഭാഗത്തേക്ക് പോകുന്ന വഴിയിലും മുല്ലയ്ക്കൽ ഭാഗത്തും ഗതാഗത തടസ്സമുണ്ട്. സ്വകാര്യ ബസ്സുകൾ അനുവദിച്ച സ്റ്റോപ്പുകളിൽ അല്ലാതെ നിർത്തുന്നതും ഇതിന് കാരണമാകുന്നു. ജനറൽ ആശുപത്രി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾക്ക് ഇരുമ്പുപാലം ജംഗ്ഷനിൽ സ്റ്റോപ്പുണ്ട്. ഇവിടേക്ക് 6 വഴികളിലൂടെ വാഹനങ്ങൾ എത്തുന്ന ഭാഗമാണ്. ബസ് നിർത്തിക്കഴിഞ്ഞാൽ തൊട്ടുപുറകിലുള്ള വാഹനങ്ങളെല്ലാം നിർത്തണം. ഇതും ഗതാഗത കുരുക്കിന് കാരണമാണ്. വാടക്കനാലിന്റെ കരയിൽ ബിവറേജസിന് മുന്നിലൂടെ പഴയ പോലീസ് ഔട്ട്പോസ്റ്റിലെത്തുന്ന വഴിയിലൂടെയുള്ള യാത്രയാണ് ഏറ്റവും ദുഷ്കരം. തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ ഭാഗത്തെ കുരുക്ക് ഏറെ രൂക്ഷമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. പുലിഭീതി ഒഴിയാതെ കോഴിക്കോട് കൈതപ്പൊയിൽ മൈലളാംപാറ നിവാസികൾ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. 3 ദിവസവും പിന്നിട്ടു. പക്ഷേ പുലി ഇതുവരെ കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലാണ്. പുതുപ്പാടി മൈലള്ളാംപാറയിൽ ഇറങ്ങിയ പുലി തെക്കേക്കര TC മാത്യുവിന്റെ വീട്ടിലെത്തി 2 പശുക്കിടാങ്ങളെ കൊല്ലുകയും പാതി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വനംവകുപ്പ് പ്രദേശത്ത് CCTVയും കൂടും സ്ഥാപിച്ചു. പശുക്കിടാങ്ങളെ കൊന്നു തിന്ന രാത്രി തന്നെ പുലി വീണ്ടും സ്ഥലത്തെത്തിയതായി CCTV ദൃശ്യങ്ങളിലും പതിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലിയെ ആകർഷിക്കുന്നതിനായി വെള്ളിയാഴ്ച വൈകിട്ട് നായയെയും കെട്ടിയിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും പുലി പ്രദേശത്തെത്തിയതിന്റെ കാൽപ്പാടുകളും കണ്ടെത്തി. തുടർച്ചയായുള്ള ദിവസങ്ങളിൽ പുലി എത്തിയതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, കോഴിക്കോട്. രാജധാനി എക്സ്പ്രസിൽ തീപിടുത്തം. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് തിരുവനന്തപുരം ഡൽഹി രാജധാനി എക്സ്പ്രസിന് തീപിടിച്ചത്. പുലർച്ചെ 5:15ഓടെയായിരുന്നു അപകടം. ആളപായമില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ട്രെയിനിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ച് കോച്ചുകൾ വേർപെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ട്രെയിനിൽ നിരവധി മലയാളി യാത്രക്കാരുണ്ടായിരുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടമാക്കാതെ തന്നെ ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നു. വ്യക്തമായ മുന്നറിയിപ്പുകൾ തരാതെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ ബാധിക്കുന്നതിനാൽ ഉയർന്ന ബ്ലഡ് പ്രഷറിനെ ഒരു സൈലന്റ് കില്ലറായാണ് കണക്കാക്കുന്നത്. ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിൽ അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗം പ്രൊഫസറും യൂണിറ്റ് ഹെഡുമായ ഡോക്ടർ റിനോയ് ഹെൻറി സംസാരിക്കും. ഇന്ന് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ. ഹൈപ്പർ ടെൻഷൻ എന്ന സൈലന്റ് കില്ലറിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് സൈലന്റ് കില്ലർ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് BP എന്ന് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. BP എന്നുള്ളത് നമ്മുടെ രക്തധമനികളിലുള്ള സമ്മർദ്ദമാണ്. ഈ സമ്മർദ്ദം കൂടുന്ന അവസ്ഥയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മുടെ രക്തധമനികൾ, പ്രത്യേകിച്ച് ആർട്ടറീസിൽ സിഗ്നിഫിക്കൻറ്റ് ക്രോണിക് സ്ട്രെയിൻ കാരണം രക്തധമനികളിൽ സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചസ് വരുന്നു. ഈ ചേഞ്ചസ് കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിക്കുന്നു. എന്ത് ടൈപ്പ് കോംപ്ലിക്കേഷൻസ്? നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ഗാർഡൻ ഹോസ് സിസ്റ്റമാണ് ഈ പറയുന്ന രക്തധമനികൾ എന്നുള്ളത്. ഹോസിൽ ക്ലോട്ടോ അല്ലെങ്കിൽ ബ്ലോക്കോ വരികയാണെങ്കിലും, അതല്ല എങ്കിൽ അതിന് പൊട്ടൽ സംഭവിക്കുകയാണെങ്കിലും എന്ത് സംഭവിക്കാമെന്ന് നിങ്ങൾക്കറിയാം. ഇത് തന്നെ നമ്മുടെ രക്തക്കുഴകളിലും സംഭവിക്കാം. രക്തസ്രാവം ഉണ്ടാകാം, ക്ലോട്ട് ഉണ്ടാവാം. രക്തസമ്മർദ്ദം കൂടിയാൽ നമ്മുടെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കാം. ബ്രെയിനിൽ രക്തസ്രാവം സംഭവിക്കാം, ക്ലോട്ട് കാരണം സ്ട്രോക്ക് സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ രക്തസ്രാവം മുതൽ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഹാർട്ടിനും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം, കാരണം ഈ സിസ്റ്റമിക് പ്രഷറിനെതിരായിട്ടാണ് ഹാർട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഹാർട്ട് വികസിക്കുകയും ഒരളവ് എത്തിക്കഴിയുമ്പോൾ ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവുകയും ചെയ്യാം. ഹാർട്ട് അറ്റാക്കും വരുന്നത് വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നീസിന്റെ ഫിൽട്രേഷൻ ഇത് ബാധിച്ചുകൊണ്ട് കിഡ്നി ഫെയിലിയറിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സൈലന്റ് കില്ലറിനെ, ഈ കോംപ്ലിക്കേഷൻ വരുന്ന അവസ്ഥ കൊണ്ടാണ് ഇന്ന് സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെ നമുക്ക് ചേർത്ത് നിൽക്കണം. ഇതിന് ഞാൻ തരുന്ന മാർഗം ടാബ്ലറ്റ്സ് ആണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ടാബ്ലറ്റ്സ് അല്ല. ഇതിലെ T എന്ന് പറയുന്നത് ടൊബാക്കോ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. A എന്ന് പറയുന്നത് ആൽക്കഹോൾ
ലിമിറ്റ് ചെയ്യുക, കഴിയുന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ബി എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് സ്വീകരിക്കുക. എന്താണ് ഈ ബാലൻസ്ഡ് ഡയറ്റ്? ഡാഷ് ഡയറ്റ് അല്ലെങ്കിൽ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുക, ഇനഫായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായി ഹോൾ ഗ്രെയിൻസും അതുപോലെ തന്നെ ലീൻ മീറ്റ്, നട്ട്സ്, ലെഗ്യൂംസ് ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡയറ്റ്. ഉപയോഗിക്കാതിരിക്കാം? നമ്മൾ യൂഷ്വലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉപ്പ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, പ്രോസസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തുക. ഉപ്പിട്ട് പ്രിസർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, സ്പെസിഫിക്കലി നമ്മുടെ അച്ചാറുകളും പപ്പടങ്ങളും ഒഴിവാക്കി നിർത്താനായിട്ട് ഉദ്ദേശിക്കുക. എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൽ എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. 30 മുതൽ 40 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. ഇ എന്ന് പറയുന്ന ഏർലി ഡിറ്റക്ഷൻ ആണ്. ഏർലി ഡിറ്റക്ഷൻ ഓഫ് BP മാത്രമല്ല, ഏർലി ഡിറ്റക്ഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഓൾസോ സൈഡ് എഫക്ട്സ് ഓഫ് ദ മെഡിസിൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് റെഗുലർ ഫോളോ അപ്പ് ആവശ്യമാണ്. ഫൈനലി ടി ഈസ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എല്ലായിടത്തും ഇവിടെ അവൈലബിൾ ആണ്. ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് പല ക്ലാസ്സസ് ഉണ്ട്. അതൊന്നും അത്രയും കോസ്റ്റ്ലിയും അല്ല. പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ വരെ എവിടെയും നിങ്ങൾക്കിത് ലഭ്യമാണ് താനും. ഫൈനൽ എസ് എന്ന് പറയുന്നത് സ്ട്രെസ് കുറച്ച് നിർത്തുകയും സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഈ സൈലന്റ് കില്ലറിനെ ചേർത്ത് നിൽക്കാൻ സാധിക്കും. അതാണ് 2026 തീമും. ടുഗെദർ ലെറ്റ് us ആക്ച്വലി കൺട്രോൾ ഹൈപ്പർ ടെൻഷൻ and thereby defeat the silent killer. Thank you. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ കൊല്ലം അമൃതപുരിയിൽ അന്താരാഷ്ട്ര റൗണ്ട് ടേബിൾ സമ്മേളനം. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദ്വിദിന സമ്മേളനത്തിൽ ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും പങ്കെടുത്തു. വിദ്യാഭ്യാസം, സുസ്ഥിര വികസനം, ലിംഗസമത്വം, സാമൂഹിക പുരോഗതി തുടങ്ങിയ മേഖലകളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളെ ബന്ധിപ്പിച്ച് അറിവും ഗവേഷണവും പങ്കിടാൻ സഹായിക്കുന്ന യുനെസ്കോയുടെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ് യുനെസ്കോ ചെയറുകൾ. രാജ്യങ്ങൾ തമ്മിലുള്ള വിദ്യാഭ്യാസ സഹകരണം വർദ്ധിപ്പിക്കുക, ഗവേഷണവും അറിവും പങ്കിടൽ എളുപ്പമാക്കുക, വികസന രാജ്യങ്ങൾക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകുക എന്നിവ ഇത് ലക്ഷ്യമിടുന്നു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന സർവകലാശാലയാണ് അമൃത വിശ്വവിദ്യാപീഠം. ലിംഗസമത്വം, സുസ്ഥിര വികസനം, അസിസ്റ്റീവ് ടെക്നോളജി എന്നീ മേഖലകളിലെ യുനെസ്കോ ചെയറുകളാണ് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത്. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ 2 ദിവസത്തെ റൗണ്ട് ടേബിൾ സമ്മേളനത്തിൽ യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും പങ്കെടുത്തു. യുനെസ്കോയുടെ പ്രവർത്തനങ്ങളുടെയും നയപരമായ തീരുമാനങ്ങളുടെയും അവിഭാജ്യ ഘടകവും ഏറ്റവും വലിയ കരുത്തുമാണ് യുനെസ്കോ ചെയറുകളെന്ന് യുനെസ്കോ ന്യൂഡൽഹി റീജിയണൽ ഓഫീസ് ഡയറക്ടർ ടിം കാർട്ടിസ് പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നുള്ള സൂസൻ വൈസ്, നേപ്പാളിൽ നിന്നുള്ള ജാക്കോ ഡു ടോയ്റ്റ് ഉൾപ്പെടെയുള്ള യുനെസ്കോയുടെ അന്താരാഷ്ട്ര പ്രതിനിധികളും ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും യുനെസ്കോ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഹൈബ്രിഡ് സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃതപുരിയിലെത്തിയ സംഘം അമൃത സർവകലാശാല ചാൻസലർ സദ്ഗുരു ശ്രീ മാത അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി. അമൃത സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന 3 യുനെസ്കോ ചെയറുകളാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത്. വിദ്യാഭ്യാസം, സുസ്ഥിരത, ലിംഗസമത്വം, സാമൂഹിക വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഈ അന്താരാഷ്ട്ര റൗണ്ട് ടേബിൾ സമ്മേളനം ലക്ഷ്യമിട്ടത്. അമൃത ന്യൂസ്, കൊല്ലം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടത് വൻ മാഫിയാണെന്നും കൂടുതൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നും CBI. പൂനെയിൽ നിന്നുള്ള ബോട്ടണി അധ്യാപിക മനീഷ മന്ദാരെ കൂടി പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയിരിക്കുകയാണ്. 15-ലധികം പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ അറസ്റ്റ് ചെയ്ത മുഖ്യപ്രതി PV കുൽക്കർണിയുടെ പണമിടപാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് CBIക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ 48 മണിക്കൂറിൽ ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ CBI നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. 2025 1 to ടോക്സ് സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. മോഹൻലാലാണ് മികച്ച നടൻ. കല്യാണി പ്രിയദർശനെ മികച്ച നടിയായും തെരഞ്ഞെടുത്തു. മികച്ച ചിത്രം, സംവിധായകൻ ഉൾപ്പെടെ 7 പുരസ്കാരങ്ങൾ തുടരുമെന്ന ചിത്രം നേടി. ഈ മാസം 24-ന് വൈകിട്ട് എറണാകുളം കടവന്ത്രയിലുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. മലയാള മാധ്യമരംഗത്ത് ആദ്യമായാണ് ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനം ജനകീയ വോട്ടെടുപ്പിലൂടെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 1 to ടോക്സ് സ്റ്റാർ ആൻഡ് സക്സസിന്റെ മികച്ച നടനുള്ള പുരസ്കാരം മോഹൻലാലാണ് സ്വന്തമാക്കിയത്.
തുടരുമെന്ന ചിത്രത്തിലെ ബെൻസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് മോഹൻലാലിന് പുരസ്കാരം. ശ്രീനിവാസിന്റെ പേരിലുള്ള പുരസ്കാരമാണ് മോഹൻലാലിന് സമ്മാനിക്കുക. ലോകയിലെ ചന്ദ്ര എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ കല്യാണി പ്രിയദർശനാണ് മികച്ച നടി. KPSC ലളിതയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം കല്യാണിക്ക് നൽകും. മികച്ച നടനുള്ള അവാർഡ് ശ്രീനിവാസന്റെ ഓർമ്മയിലുള്ള അവാർഡാണ്. തുടരും എന്ന ചിത്രത്തിന് മോഹൻലാൽ കരസ്ഥമാക്കിയിരിക്കുന്നു. മികച്ച നടി KPSC ലളിത മെമ്മോറിയൽ പുരസ്കാരമാണ്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കല്യാണി പ്രിയദർശനാണ്. ചിത്രം ലോക. M. രഞ്ജിത്ത് നിർമ്മിച്ച തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന ചിത്രത്തിന് മികച്ച ചിത്രം ഉൾപ്പെടെ 7 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. മികച്ച സംവിധായകനായും തരുൺമൂർത്തി തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 മലയാള സിനിമകളിൽ നിന്നും കേരളം മുഴുവനായി നടത്തിയ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. മൺമറഞ്ഞ കലാകാരന്മാരുടെ പേരിലാണ് ഓരോ പുരസ്കാരവും നൽകുന്നത്. തുടരും സിനിമയിലെ അഭിനയത്തിന് പ്രകാശ് വർമ്മ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരത്തിന് അർഹനായി. സെറിൽ ഷിഹാബാണ് മികച്ച സ്വഭാവ നടി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം. മികച്ച സംഗീത സംവിധാനത്തിന് ജെക്സ് ബിജോയും മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം ബാഹുൽ രമേശും കരസ്ഥമാക്കി. മികച്ച ഗായകനുള്ള P. ജയചന്ദ്രൻ മെമ്മോറിയൽ പുരസ്കാരം MG ശ്രീകുമാറും മികച്ച ഗായികയ്ക്കുള്ള വാണി ജയറാം മെമ്മോറിയൽ പുരസ്കാരം KS ചിത്രയും സ്വന്തമാക്കി. ഈ മാസം 24-ന് എറണാകുളം കടമന്ത്രയിലുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന മെഗാ ഷോയിൽ വെച്ചാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. ചലച്ചിത്ര രംഗത്തെ താരങ്ങൾ പങ്കെടുക്കുന്ന മെഗാ ഷോ സംവിധാനം ചെയ്യുന്നത് ഇടവേള ബാബുവാണ്. അമൃത ന്യൂസ്, കൊച്ചി. താനൂർ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ യുവജന ശിബിരത്തിന് തുടക്കമായി. ഹൃദയപുഷ്പം വിടരട്ടെ എന്ന പേരിൽ 2 ദിവസങ്ങളിലായി താനൂർ മാതാ അമൃതാനന്ദമയി മഠത്തിലാണ് പരിപാടി. അമൃത വിശ്വവിദ്യാപീഠത്തിലെ പരിശീലകർ വിവിധ സെഷനുകളിലായി ക്ലാസ് എടുത്തു. മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശിബിരം ഇന്ന് സമാപിക്കും. കോഴിക്കോട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആർട്ടിസ്ട്രി ഷോറൂമിൽ പ്രത്യേക ടെമ്പിൾ ജ്വല്ലറി കളക്ഷനായ തൻവിക പുറത്തിറക്കി. പാരമ്പര്യ കലാവൈഭവം തുളുമ്പുന്ന ഡിസൈനുകളിലൂടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകാനുള്ള ബ്രാൻഡിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് തൻവിക പുറത്തിറക്കിയത്. നടി ദിവ്യ പിള്ള തൻവിക ആഭരണ ശേഖരം ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീറ്റെയിൽ ഓപ്പറേഷൻസ് കേരള ഹെഡ് ആർ അബ്ദുൾ ജലീൽ, സോണൽ ഹെഡ് ജാവേദ് മിയാൻ KM, ഷോറൂം ഹെഡ് സക്കീർ ഹുസൈൻ, മറ്റ് മാനേജ്മെന്റ് ടീം അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജ്വല്ലറി ഭയങ്കര ട്രഡീഷണൽ ആർട്ടിസ്റ്റിക് ഡിസൈൻസ് ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയ ജ്വല്ലറിയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മലബാർ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ ഇതേ രീതിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളും ചെയ്തിരുന്നു. നമ്മൾ കുറച്ച് മുമ്പേ ആയിരുന്നു ലൈറ്റ് വെയ്റ്റിന് നമ്മളൊരു എക്സ്ക്ലൂസീവ് കൗണ്ടേഴ്സ് കാലിക്കറ്റ് സ്റ്റോറിൽ തുറന്നിട്ടുള്ളത്. ഇന്ന് മലബാർ ഗോൾഡിൻ്റെ എല്ലാ സ്റ്റോറിലും ലൈറ്റ് വെയ്റ്റിൻ്റെ കൗണ്ടേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തൻവികൻ്റെ പ്രൊഡക്റ്റും മലബാറിൻ്റെ എല്ലാ സ്റ്റോറിലും ലഭ്യമാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ട്രഡീഷണൽ ഡിസൈൻസ് വിത്ത് മോഡേൺ കണ്ടംപററി ഡിസൈൻസ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിശ്വാസ്യതയുടെയും പാരമ്പര്യത്തിന്റെയും 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ചാവറ മാട്രിമോണിയുടെ 30ാം വാർഷികാഘോഷം എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്നു. പ്രശസ്ത സിനിമാ താരം ഷീല ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 30 വർഷം മുൻപ് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച കാലത്തെ ഓർമ്മകൾ പങ്കുവച്ച താരം മലയാളികളുടെ കുടുംബജീവിതത്തിൽ ചാവറ മാട്രിമോണി ചെലുത്തുന്ന സ്വാധീനത്തെ അഭിനന്ദിച്ചു. CMI സഭ പ്രിയോർ ജനറൽ റവറൽ ഡോക്ടർ പോൾ അച്ചാണ്ടി CMI മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ സഫാരി TV മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങര വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചാവറ മാട്രിമോണിയുടെ 30ാം വർഷത്തിന്റെ ഭാഗമായ ലോഗോ പ്രകാശനവും അതിനോടൊപ്പം തന്നെ സീ ടോക്ക് എന്ന പരിപാടിയുടെ പോഡ്കാസ്റ്റ് ലോഗോയുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. IPL ഗുജറാത്ത് ടൈറ്റൻസിന് 29 റൺസിന് തകർത്ത് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഉയർത്തിയ 248 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഗുജറാത്തിനായി 49 പന്തിൽ 85 റൺസെടുത്ത് ശുഭ്മാൻ ഗില്ലും 35 പന്തിൽ 57 റൺസെടുത്ത ജോസ് ബട്ട്ലറും പൊരുതിയെങ്കിലും 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസെത്താനേ കഴിഞ്ഞുള്ളൂ. ആവേശകരമായ ഫൈനലിൽ ചെൽസിയെ വീഴ്ത്തി FA കപ്പ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി. മത്സരത്തിന്റെ 72ാം മിനിറ്റിൽ എർലിംഗ് ഹാൻഡിന്റെ പാസിൽ നിന്ന് ആന്റണി സെമെന്യു നേടിയ ബാക്ക് ഹീൽ ഗോളിലാണ് സിറ്റിക്ക് വിജയം നേടാനായത്. കൊലപാതകമടക്കം 105 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടും കുറ്റവാളി ഇന്ന് പുന്നപ്രയിൽ 170-ലധികം അശരണർക്ക് ആശ്രയമാകുന്നു. പുന്നപ്രയിലെ ആൽബിന്റെ ശാന്തി ഭവനവും ഒപ്പം
നിലമ്പൂർ മൺചട്ടി വിശേഷങ്ങളുമായി സെൻട്രൽ മാഗസിൻ കാണാം. നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. എല്ലാ വിശുദ്ധന്മാർക്കും ഒരു ഭൂതകാലമുണ്ട്, ഏതൊരു പാപിക്കും ഒരു ഭാവിയുണ്ട്. എൻ്റെ കോട്ടല്ല, ഓസ്കാർ വൈൽഡിൻ്റെ കോട്ടാണ്. അതായത് വിധിയുടെ ഒരു ഇടപെടലിൽ ഒരൊറ്റ ടോസിൽ തലയും വാലും പരസ്പരം മാറി മറിയും. പുന്നപ്രയിൽ ആൽബിൻ എന്നൊരാളുണ്ട്. ചോര മണക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ച ആൾ. അവിടെ ശാന്തിഭവൻ ചാരിറ്റി ട്രസ്റ്റിൻ്റെ അമരക്കാരനാണ് ഇപ്പോൾ ആൽബിൻ. ചോര മണക്കുന്ന ആ വഴിയിൽ നിന്ന് മാനസാന്തരത്തിൻ്റെ പാതയിലേക്കുള്ള ആൽബിൻ്റെ യാത്രയാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ. കൊള്ളക്കാരനായ രത്നാകരൻ്റെ വന്യജീവിതത്തിൽ നിന്ന് വാത്മീകിയിലേക്കുള്ള പരിണാമം നമ്മുടെ പുരാണങ്ങളുടെ അടിത്തറയാണ്. മാംസമറുത്ത ചോരമണക്കുന്ന ഇറച്ചി ആൽബിൽ നിന്ന് കാരുണ്യം പകരുന്ന ബ്രദർ ആൽബിനിലേക്കുള്ള പരിണാമ വഴിക്ക് പുന്നപ്രസാക്ഷി. കൊലപാതകമടക്കം 105 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടുങ്കുറ്റവാളി ആൽബിൻ ഇന്ന് പുന്നപ്രയിൽ 170-ലധികം അശരണർക്ക് ആശ്രയമാവുന്ന ശാന്തിഭവൻ സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചാലകശക്തിയാണ്. മാനസാന്തരത്തിൻ്റെ വെണ്മയിൽ ആൽബിൻ്റെ ഭൂതകാല ചോരക്കറകൾ മാഞ്ഞില്ലാതെയാവുന്നു. പിതാവിനെ ആരോ കൊലപ്പെടുത്തിയതോടെ ആൽബിൻ കുട്ടിക്കാലത്ത് അനാഥനായി. തുടക്കം എൻ്റെ അനിയനെയും എൻ്റെ ചേട്ടനെയും അപ്പനെ തല്ലിക്കൊന്ന് കടലിൽ കളഞ്ഞ് എൻ്റെ 12 വയസ്സിൽ അപ്പൻ്റെ ശവശരീരം കണ്ട് വളർന്നതാണ്. അങ്ങനെ ഞാൻ 12 വയസ്സിൽ വീട്ടിൽ വന്നപ്പം വീട് എൻ്റെ അമ്മ പ്രസവിച്ച് 41 ദിവസമായിട്ടുള്ളായിരുന്നു. അനിയനുണ്ട്, എൻ്റെ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടനെ ബന്ധുക്കൾ ചീര വലിക്കാൻ കൊണ്ട്, പിന്നെ ഭാരം മുഴുവൻ എനിക്കായി. അപ്പോൾ വീട് പട്ടിണി കിടന്നപ്പം ഞാൻ ഇറച്ചിക്കടയിൽ ചെന്ന് നോക്കി നിൽക്കും. അവിടെ നിന്ന് കുറച്ച് കുടലി പൊതിഞ്ഞ് കിട്ടുമ്പോൾ ഇറച്ചി മേടിക്കാൻ കാശില്ല, കൊണ്ടുവന്ന് അടുത്ത വീട്ടിൽ നിന്ന് ഉള്ളിയും മുളകൊക്കെ മേടിച്ച് ചതച്ചിട്ട് കഴിക്കുമ്പോഴുള്ള ഇറച്ചിയാണ് നമ്മൾ കഴിക്കുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ പട്ടിണി കിടന്ന് അടുത്തുള്ളവരുടെ ആട്ടും തുപ്പവും കൊണ്ട് ജീവിച്ച് 12 വയസ്സുള്ള ആ കുട്ടി തൃശ്ശൂരിലെ പ്രായമുള്ള ഒരാളെ ശുശ്രൂഷിക്കാനായി നിയോഗിക്കപ്പെട്ടു. അരക്കീഴ്പ്പെടുത്ത് നടന്ന അപ്പച്ചനെ നോക്കാനായിട്ട് എന്നെ കൊണ്ട് നിർത്തി. അവിടെ അപ്പച്ചനെ നോക്കി നിന്നു. എൻ്റെ 14 വയസ്സ് വന്ന പാടെ ഗാനമേളയ്ക്ക് പാടായിരുന്ന യേശുദാസ് എന്നെ കെട്ടിപ്പിടിച്ചോ ചുംബിച്ചിട്ടുള്ള. ബാല്യത്തിൻ്റെ വർണ്ണങ്ങളെല്ലാം മാത്യു ആൽബിന് നിഷേധിക്കപ്പെട്ടിരുന്നു. എങ്ങും അവഗണനയും പരിഹാസവും ആ കുഞ്ഞു മനസ്സിനെ ഏറെ വേദനിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള വീടുകളിലൊക്കെ നിന്നും തെരുവിൽ കിടന്നും ഇങ്ങനെയൊക്കെ വന്ന് അവസാനം മനുഷ്യനെ വെറുപ്പായിപ്പോയി. ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യമാണ്. ഞാൻ തൃശ്ശൂർ പൂരപ്പറമ്പിൽ നടന്ന് അവിടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഓട്ടി ഡാശുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ഇല പെറുക്കാൻ നിന്ന്. അന്ന് ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ടേണാണ്, ഈ ഓട്ടോറിക്ഷക്കാർ ടേൺ പോലെയുണ്ട്. എടാ നീ പുതിയതായിട്ട് വന്നതല്ലേ, നീ ലാക്ഷിക്കണം. അവിടെയും ഗുണ്ടായുസം കണ്ട് തെരുവിൽ കിടക്കുന്ന ഇലയിടുന്ന പാട്ടിൽ പോലും ഗുണ്ടായുസം കണ്ട് വളർന്നതാണ്. എൻ്റെ പ്രായമുള്ളൊരു കുഞ്ഞിനെ അപ്പനും അമ്മയും കൂടെ മീൻ വറുത്തതും നല്ല മീൻകറിയും ചോറൊക്കെ കൊടുത്ത് കുഞ്ഞിന് വാരി കൊടുക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടത് കളയാൻ വന്നപ്പോൾ ആ കുപ്പത്തൊട്ടിയുടെ അവിടെ നിന്നുകൊണ്ട് കൈ നീട്ടി ആ കുഞ്ഞിനോട് കൈ നീട്ടിയപ്പോൾ ആ ഇലയും ആ ചോറും അരപ്പും കൂടെ എൻ്റെ മുകളിൽ മുഖത്തിട്ടപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിവിടെ ഒന്ന് കൈ നീട്ടാനും ഇങ്ങനെ വലിയ അപ്പനുള്ളപ്പോൾ അപ്പൻ്റെ വില അറിഞ്ഞുകൂടാ. പിന്നീട് സാഹചര്യങ്ങളും പകയും പ്രതികാരവും ചേർന്നതോടെ ആൽബിൻ ലക്ഷണമൊത്ത കുറ്റവാളിയായി. അപ്പോൾ ഒരു കുറ്റവാളിയാകുന്നത്
അവരവൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ പറയാം, വാളെടുക്കുന്നവൻ വാളാല്. നിങ്ങൾ പലതും പലരും പറയും, കൈയടിക്കാൻ പലരും ഉണ്ടാവും, ആൽബിൻ കൊള്ളാമെന്ന് പറഞ്ഞു. യുവാവായപ്പോൾ പുന്നപ്രയിൽ ആൽബിൻ ഇറച്ചിക്കട തുടങ്ങി. അതിനിടെ കരുണാകരൻ എന്ന പോലീസുകാരനെ ക്വാർട്ടേഴ്സിൽ കയറി വെട്ടിയതോടെ ഗുണ്ടാ നേതാവിൻ്റെ വീരപരിവേഷം കിട്ടി. മദ്യവും ഗുണ്ടാജീവിതവും ചോരയോടുള്ള ആസക്തിയും ആൽബിനെ ചോരയിറ്റുന്ന പല കുറ്റകൃത്യങ്ങളിലും പങ്കാളിയാക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഇറച്ചിക്കടയൊക്കെ ഇട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്നൊരു പോലീസുകാരെന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞില്ല, കരുണാകരൻ എന്ന് പറഞ്ഞൊരു SI വന്നിട്ട് 1 കിലോ ഇറച്ചി ആട്ടച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഭീഷണിയൊക്കെ പെട്ടത് 1 കിലോ ഇറച്ചി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി ഇയാൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം മുമ്പ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ 1982 കേരള ബന്ദിന് ഞാൻ പാർട്ടിയുടെ കുട്ടിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് നട്ടലിൽ വെട്ടിക്കടിച്ചു. ബ്ലാഷിട്ട് ഞാൻ വീട്ടിൽ വന്ന് പോലീസുകാരനെ വെട്ടി. പിന്നെ എവിടെ തല്ലാനാണ്, കംപ്ലീറ്റ് പെടലിൽ ബ്ലാഷിട്ടിരിക്കുകയല്ലേ. വീട്ടിൽ കയറി വെട്ടി. പോലീസ് ആര്യസേവർ ഇന്നും ജീവിക്കുന്ന ആര്യസേവർ DSPക്ക് പിടികൊടുത്തു. എന്നെ കൊണ്ടുപോയി അങ്ങനെ ഒരു കുണ്ട വളരുക. അത് കഴിഞ്ഞ് 3 മാസം 4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലാഷൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പം ഞാൻ കാണുന്നത് ഒരുപാട് ആരാധകർ SIനെ വെട്ടിയ ആളാണെന്ന് പറയുക. അവിടെ ഒരു ഗുണ്ട ജനിച്ചു. പിന്നെ ഷാപ്പിൽ ചെന്നാൽ ഫ്രീ, ബാറിൽ ചെന്നാൽ ഫ്രീ, മുട്ടയടിച്ച് വീശ പിടിച്ച് ആലപ്പുഴ ഫോട്ടോ വെച്ച്, പുന്നപ്ര സ്റ്റേഷനിൽ ഫോട്ടോ വെച്ച്. ഞാനെവിടെ ചെന്നാലും ജനങ്ങൾക്ക് പേടിയും. ഈ ആലപ്പുഴ ജില്ലയിൽ പല സ്ഥലത്തും എൻ്റെ പേരും പറഞ്ഞ കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരിവിടെ സഹായിക്കാൻ പറ്റും. വെറുതെ ഞങ്ങൾ അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. 5 കൊലപാതകങ്ങൾ ഉൾപ്പെടെ 105 ക്രിമിനൽ കേസുകൾ പ്രതിയായിരുന്ന ആൽബിൻ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലാവുന്നത് 1984-ലാണ്. എൻ്റെ ഭാര്യ കുട്ടനാട് പോയെന്ന് കൊയ്ത്തുപാടം മില്ലൊന്നുമില്ല. കൊയ്ത്തുപാടത്ത് പോയിട്ട് നെല്ല് കൊയ്തുകൊണ്ട് പോകുമ്പോൾ മിഷനൊന്നുമില്ല. കൊയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ പുറകിൽ നിന്ന് മക്കളെ കൊണ്ടുപോയി പെറുക്കി അവർ കൊയ്തു പോകുമ്പോൾ നെല്ല് പെറുക്കി കൊണ്ടുവന്ന് കഞ്ഞി വെച്ചിരിക്കുക എന്നിട്ടുള്ളതാണ്. ഇത് ഒരു കുറ്റവാളിക്ക് ഉണ്ടാകാതിരിക്കട്ടെ. തിയേറ്റർ പോലും കത്തിച്ച മനുഷ്യനാണ്. തിയേറ്ററിൽ എൻ്റെ ഭാര്യയായിട്ട് പോയി തിയേറ്ററിൽ പടത്തിന് പോയപ്പോൾ കാല് കഴിച്ച ഒരാൾ പുറകിൽ കൂടെ കാല് വെച്ചപ്പോൾ എൻ്റെ ഭാര്യനെ ചവിട്ടിയെന്ന് പറഞ്ഞ് കുത്തിയിട്ടുള്ള എന്നെയാണ്. ആ തിയേറ്റർ ഒരു കാലത്ത് കത്തിച്ച് കളഞ്ഞു. ഒരു കാലത്ത് എൻ്റെ ഷെഡ് വന്ന് കത്തിച്ച് കളഞ്ഞു. ഞാനിവിടെ തുടങ്ങിയ സമയത്ത് ഷെഡ് വരെ കത്തിച്ച് കളഞ്ഞു. അപ്പോൾ കൊടുത്താൽ കൊലത്തും കിട്ടും. ബാളെടുക്കുന്നതിന് ബാളാല്ലേ. ആൽബിൻ ജയിലിലായതോടെ കുടുംബം പട്ടിണിയിലായി. ഓലമടഞ്ഞും ചകിരി പിരിച്ചുമാണ് ഭാര്യ മേരി 3 മക്കളെ വളർത്തിയത്. പക്ഷേ എങ്കിൽ ഒന്നുമില്ലാതെ ജയിലിൽ പോയി. കൈയും കാലം തെല്ലൊടിച്ച് രോഗിയായിട്ട് പൊക്കിയെടുത്ത് തന്നെ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് 12 വയസ്സ് 9 വയസ്സുള്ള 2 ഇരട്ട പെൺപിള്ളേർ ഇരട്ട കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയെ കൂടെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ പോലീസ് വാനിൽ എടുത്തുകൊണ്ട് കയറ്റുന്ന ഒരു രാഷ്ട്രീയക്കാരില്ല. എടുത്ത് വണ്ടിയൊക്കെ കയറ്റുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ജീപ്പിൻ്റെ പുറകെ ഓടി വരുന്ന എൻ്റെ ഭാര്യയും മക്കളെ നോക്കിയിട്ട് ഞാൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവിടെ എൻ്റെ 2 കൈകാലം തല്ലുപിടിച്ചപ്പോൾ 2 കന്യാസ്ത്രീമാർ വന്ന് പ്രാർത്ഥിച്ച് മേരിയുടെ മക്കളുടെ കണ്ണുനീര് കണ്ടു. പരോൾ കാലത്ത് മേരിയുടെ ഉപദേശങ്ങൾ ആൽബിൻ കേട്ടു. വൈദികർ വഴി മാനസാന്തരം. 12 വർഷം നീണ്ട കാരാഗൃഹവാസം ആൽബിനെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. ഓരോ വീട്ടിൽ നിന്ന് പശുവിനെയൊക്കെ ഞാൻ മേടിച്ച് കയറ് മാറിക്കൊണ്ടുവന്ന് അറക്കപ്പോൾ ചോരകൾ വളർന്നതാണ്. അതുകൊണ്ട് പലരെയും കൊല്ലുന്നുണ്ട്. ചോര വരെ പൊടിയെന്ന് പറഞ്ഞ ആളെ കുത്തിയിട്ട് ചോര ചാരായത്തിൽ വെച്ച് കുടിച്ച മനുഷ്യനാണ്. SI കരുണാകരൻ സാറിൻ്റെ വീട്ടിൽ കയറി വെട്ടി. ചോര അഹങ്കാരം പറയല്ല, പക്ഷെ അത്രയും ചോര കുടിക്കുന്നൊരു മനുഷ്യൻ. സ്വന്തമായിട്ട് എപ്പോഴും ഒരു കടാരി കൊണ്ടുവരുന്ന ചോര കാണണം എനിക്ക്. ഇല്ലെങ്കിൽ ആ ഊരിയ ചോര കാണണം. ഇല്ലെങ്കിൽ തന്നെ മുറിച്ച് ചോര കണ്ടവനെയാണ്. എന്താ ചോരയുടെ ഉള്ള കൊതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നന്നാകണമെന്നാക്കി നന്നാകുകയാണ്. ഞാൻ പല തെറ്റും ചെയ്ത ഒരു മനുഷ്യനാണ്. അതിലെനിക്ക് പശ്ചാത്തലമുണ്ട്. ഞാൻ നഷ്ടപ്പെടുത്തിയ ജീവൻ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അവരെ മക്കൾ പല പാർട്ടിക്കാരാണ്. നിങ്ങൾ എന്നെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരാം. ഒരു പരാതിയില്ല, എനിക്ക് കേസുമില്ല. കാരണം എല്ലാവർക്കും ഉണ്ടാവും വിഷമം. പിന്നെ നിങ്ങൾ എന്നെ കൊന്നച്ച് ജയിലിൽ പോയി കിടക്കാൻ ഇടവരുത്തരുത്. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും. വടിവാളും ചോരമണക്കുന്ന കത്തിയും ഉപേക്ഷിച്ച ആൽബിൻ ഇനി കൂലിത്തല്ലിനും ഗുണ്ടായസത്തിനും റൗഡിസത്തിനുമില്ലെന്ന് ശപഥം ചെയ്തു. തൻ്റെ സുഹൃത്തുക്കളായ സഹകുറ്റവാളികൾക്ക് മാനസാന്തരത്തിലൂടെ കിട്ടുന്ന സമാധാനം പറഞ്ഞുകൊടുത്തു. 1997 ജനുവരി 27-ന് 446 തടവുപുള്ളികളെ കേരള സർക്കാർ പൊതുമാപ്പ് നൽകി വിട്ടയച്ചു. അക്കൂട്ടത്തിൽ ആൽബിനും ഉണ്ടായിരുന്നു. ഞാൻ ശിക്ഷ കഴിഞ്ഞ് വന്നു.
വന്നപ്പോൾ എൻ്റെ ആത്മീയതാവ് കുറ്റിക്കളച്ചോട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ എന്താ ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ ആശ്രമത്തിൽ കഴിയണമെന്ന് വെച്ചാൽ പറഞ്ഞു നീ ചെയ്ത പാവത്തിൻ്റെ പ്രായശ്ചിത്തം നീ തന്നെ ചെയ്യണം, ഇതുപോലുള്ള കുറേ പേരെ സംരക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്ന് 1997 ജനുവരി 26 ജയിലിൽ നിന്ന് ജനുവരി 30 ഈ ബിയാരിപ്പള്ളിയുടെ പടിഞ്ഞാറശം ഒരാൾ പിച്ചക്കിരിക്കുന്നു. അവളെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് എൻ്റെ ഇറച്ചിക്കട വന്ന് ആനന്ദനെന്ന് പറയും, എൻ്റെ ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി മേടിച്ചിട്ടുള്ളവനാണ്, കല്യാണം കഴിച്ചിട്ടില്ല, വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കി അങ്ങനെ ഇവിടെ വന്നിരിക്കുക. അവനെയും കൊണ്ട് തുടങ്ങിയതാണ്, ഒരാളെ കൊണ്ടുവന്ന് തുടങ്ങി അങ്ങനെ ഇവിടം വരെ എത്തി. പശ്ചാത്താപത്തിൻ്റെ നീറുന്ന കനൽവഴിയിലൂടെ കടന്നുപോയ ആൽബിൻ ഇനിയുള്ള ജീവിതം നിസ്സഹായർക്ക് വേണ്ടിയെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ പിശാചിനെ വഴുന്ന് പിടുത്തം മാറ്റി ഇപ്പോൾ കുമ്പസാരിച്ചും കുർബാന സ്വീകരിച്ചും പള്ളിയിൽ പോയും മനസ്സമാധാനമുണ്ട്. ഇത് കോടികൾ വന്ന മനസ്സമാധാനം കിട്ടത്തില്ല. കുറേ കോടികൾ വന്നു കഴിഞ്ഞാൽ ഉള്ള സമാധാനം കൂടെ പോകും. പക്ഷേ ഉള്ളത് ആരെങ്കിലും കൊണ്ടുവന്ന് കഞ്ഞിയും വെച്ച് അവരോടൊപ്പം കിടക്കാൻ എൻ്റെ വീടും സ്ഥലവും പറ്റിയാൽ ഇവിടെ തരികയാണ്. എൻ്റെ ഭാര്യയും ഞാനും കൂടെ 7 പേരക്കുട്ടികളുണ്ട്, 77 വയസ്സായി. ഈ സന്തോഷം കാശ് കൊടുക്കാൻ മേടിക്കാൻ പറ്റിയതല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ പോലീസുകാരൻ്റെ മക്കളുണ്ട്, അയാൾ മരിച്ചുപോയെങ്കിൽ അയാളുടെ മക്കൾ ഇവിടെ വന്ന് ഭക്ഷണം തരും. ഇപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോണ്ടല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. അങ്ങനെ ഇറച്ചി ആൽബിൻ ആരംഭിച്ച സർവോദയ ശാന്തിഭവൻ ഇന്ന് 100 കണക്കിന് അഗതികൾക്കും ആലംബഹീനർക്കും താങ്ങും തണലുമാവുന്നു. ഈ ചെയ്ത പാവത്തിനെതിരെ ഇരട്ടി ഈ പാവപ്പെട്ട കൈയില്ലാത്തവർക്ക് ഭക്ഷണം മാറി കൊടുത്തു, അവരുടെ ഭക്ഷണം കഴിച്ചു, അവരെ ചന്തി കഴിയും. ഇവിടെ നേഴ്സുമാർ 3 പേരുണ്ട്, ഡോക്ടർമാർ 3 പേരുണ്ട്, 26ഓളം ജോലിക്കാരുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ മരണം വരെ എനിക്ക് ആരോഗ്യമുള്ളതൊന്നും തരണേ. മനസ്സിൻ്റെ സമനില തെറ്റി തെരുവിൽ അലയുന്നവരെ സംരക്ഷിച്ച് അവർക്ക് വസ്ത്രവും ആഹാരവും സുരക്ഷയും നൽകി താൻ ചെയ്ത തെറ്റുകളുടെ പാപക്കറ കഴുകിക്കളയുകയാണ് മാത്യു ആൽബിൻ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രവർത്തനങ്ങൾ ആൽബിനെ കാര്യമായി സ്വാധീനിച്ചു. നിരവധി തവണ അമ്മയെ ആശ്രമത്തിലെത്തി ആൽബിൻ കണ്ടിട്ടുണ്ട്. പലരും ഇവിടെ വന്ന് കെട്ടുമുറുക്കി വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അയ്യപ്പൻ ഒരു ശക്തിയാണ്, ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം, അമൃതാനന്ദമയി ശക്തിയാണ്, ശ്രീനാരായണ ഗുരു, ഇങ്ങനെ കുറേ പേരുണ്ട്. ആ കൂട്ടത്തിൽ പലരെയും പെടുത്താൻ പറ്റിയില്ല. ഇപ്പോൾ ഞാനവിടെ അമൃതാനന്ദമയെ കാണാനായിട്ട് ഇവിടുത്തെ വാർഷികത്തിൽ വിളിക്കാൻ ചെന്നപ്പോൾ അമ്മ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എന്നെ ആചാര്യോട് വിളിച്ച് ഒരു കൊലക്കേസ് പ്രതിയാണോ, അവിടെ ഭയങ്കര ചെക്കപ്പാണ്. അമ്മ പറഞ്ഞു ആൽബിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ബോഡി ചെക്കപ്പ് പോലും ചെയ്തില്ല. എന്താ കാര്യം? എൻ്റെ ആത്മീയത പലരും വിശ്വസിച്ചില്ലെങ്കിലും അമൃതാനന്ദമയ്ക്ക് വിശ്വസിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞല്ല. അമ്മയെന്ന് പറയുക എന്നാൽ ബോഡി ചെക്കപ്പ് ചെയ്ത് എന്നെ കൊണ്ടുപോയി ബോഡി ഗാർഡായിട്ടാണ് നോക്കൊക്കെ ആയിട്ട് അമ്മ എടുത്ത് കൊണ്ടുപോയി പെട്ടെന്നൊരു കസേരത്തിടിച്ച് ഞങ്ങൾ വർത്താനം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുമ്പ് തന്നു. എനിക്ക് അനുഗ്രഹവും തന്നു. പോലീസും സന്നദ്ധ സംഘടനകളുമാണ് തെരുവോരങ്ങളിൽ നിന്ന് മാനസിക രോഗികളെ പുന്നപ്രയിലെ ശാന്തിഭവനിലെത്തിക്കുന്നത്. ഇവിടെ എത്തിപ്പെടുന്നവരിൽ സ്വന്തം വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്ന പ്രായമായവരും തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. ആൽബിൻ്റെ ജീവിതകഥ 2 സിനിമകൾക്ക് ഇതിവൃത്തമായി. മലയാളത്തിൽ കനൽ കിരീടവും തമിഴിൽ മേരി ആൽബർട്ടും. നടൻ നെപ്പോളിയനായിരുന്നു 2ലും നായകൻ. വേട്ടക്കാരനിൽ നിന്ന് സംരക്ഷകനിലേക്ക് ആൽബിൻ നടന്ന ആത്മീയ ദൂരം അത് അടയാളപ്പെടുത്തുന്നത് ശാന്തിഭവനിലെ അശരണരുടെ പുഞ്ചിരിയിലാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമൃത ചാനലിൽ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇത് കണ്ടിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലൊരു മരണം, ഒന്നുമില്ലാത്തവനായി മരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമൃത ചാനലും അമൃത ചാനലിൻ്റെ പേഴ്സർക്കും ദൈവകൃപയാൽ ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുന്നു. ഭൂതകാലത്തിൻ്റെ കനൽ കിരീടം അഴിച്ചുവെച്ച് ആൽബിൻ തേടുന്നത് സമാധാനത്തിൻ്റെ ഒലീവിലയാണ്. നിയുക്ത മുഖ്യമന്ത്രി BD സതീശിന് ഇഷ്ടം മാമ്പഴ പുളിശ്ശേരിയും മത്സ്യവിഭവങ്ങളും. സത്യത്തിൽ എനിക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങളും ഇതൊക്കെ തന്നെയാണ്.
പിന്നെ ഞാനൊരു പ്രമുഖനല്ലാത്തതുകൊണ്ട് ഇതൊന്നും വാർത്തയാവുന്നില്ല എന്ന് മാത്രം. ഈ കൽച്ചട്ടിയിൽ വെക്കുന്ന മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു അസാധ്യ രുചിയാണുള്ളത്. അതുപോലെയാണ് ഈ വഴങ്ങിയ മൺചട്ടിയിൽ വെക്കുന്ന മീൻകറിക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിലമ്പൂരിലെ മൺപാത്ര വിശേഷങ്ങളാണ്. ഗ്യാസിലും മൈക്രോവേവ് ഓവനിലും ഉപയോഗിക്കാൻ കഴിയുന്ന കറിച്ചട്ടികൾ, അപ്പച്ചട്ടികൾ, ചപ്പാത്തിച്ചട്ടി, തൈര് പാത്രങ്ങൾ, പല വലിപ്പത്തിലുള്ള ചീനച്ചട്ടി, കൂജ, ചായക്കപ്പ്, ഫ്രൈയിങ് പാൻ തുടങ്ങി മണ്ണുകൊണ്ട് സാധ്യമാകുന്ന എല്ലാത്തരം ഉൽപ്പന്നങ്ങളും കൊച്ചിയിൽ നടന്ന പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. നിലമ്പൂരിലെ കുമ്പാര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അനശ്വരം സ്വയം സഹായ സംഘത്തിലുള്ളത്. ഇവരുടെ കരവിരുതിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആകെ തുകയാണ് എറണാകുളം വിമൻസ് അസോസിയേഷൻ ഹാളിൽ നടത്തിയ പ്രദർശനം. കുമ്പാര സമുദായത്തിന്റെ കുലത്തൊഴിലാണ് മൺപാത്ര നിർമ്മാണം. എന്നാൽ ആധുനിക പാത്ര നിർമ്മാണ മേഖല ശക്തി പ്രാപിച്ചതോടെ മൺപാത്ര വിപണി പതിയെ നിശ്ചലമായി. നിലമ്പൂരിലെ സൊസൈറ്റികൾ അടച്ചുപൂട്ടേണ്ടി വന്നു. പിന്നീട് 2010 അനശ്വര സ്വയം സഹായ സംഘം രൂപീകരിക്കുന്നത്. അതിയായ ഇഷ്ടം കൊണ്ട് മൺപാത്ര നിർമ്മാണ മേഖലയിലേക്ക് കടന്നു വന്നവരാണ് ഈ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മൺചട്ടികൾ മാത്രം ഉണ്ടാക്കുകയായിരുന്നില്ല ഇവരുടെ ലക്ഷ്യം. ഞങ്ങൾ കുമ്പാര സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. മൺപാത്രങ്ങൾ എത്രയും ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലും ആളുകളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾ ഒരു 20 പേരുള്ള ഗ്രൂപ്പാണ്. ഒരു മീൻചട്ടി മാത്രം അല്ല, എന്തൊക്കെ പാകം ചെയ്യണോ അതിനൊക്കെ ചട്ടികൾ എന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ മീൻ പൊരിക്കണം, അവിയൽ വെക്കണം, സാമ്പാർ വെക്കണം, മീൻ പൊള്ളിക്കണം, അതേപോലെ വെള്ളം കുടിക്കാൻ, ഇപ്പോൾ ബിരിയാണി വെക്കാൻ വരെയുള്ള ചട്ടികളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 6 മാസത്തോളം സമയമെടുത്താണ് ഒരു പ്രദർശനത്തിനായി സജ്ജമാകുന്നത്. പ്രദർശനം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. ഇതിനിടെ ഓൺലൈനായും ഇവരിൽ നിന്നും ആവശ്യക്കാർക്ക് സാധനങ്ങൾ വാങ്ങാം. അതൊരുപാട് സമയമെടുക്കും ചെയ്യാൻ. നമ്മൾ അത്രയും സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളിത് ഈ കളറൊക്കെ വരുത്തുന്നത് ചുമന്ന മണ്ണ് കലക്കി ഒഴിച്ചു, അത് ഊറലെടുത്ത് അത് തേച്ച് കുഴങ്കല്ല് വെച്ച് ഉരച്ച്, അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രങ്ങൾ ഒരു പാത്രത്തിൽ തന്നെ ഒരു 10-20 പ്രാവശ്യം എടുത്തിട്ട് അത് തന്നെ ചെയ്ത് ആക്കിയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഗ്യാസിലും മൈക്രോയിലും ഉപയോഗിക്കുക, പോലെ സ്റ്റീൽ പാത്രം പോലെ കഴുകിയെടുക്കുക, വയറ്റാനും അടി പിടിക്കുകയോ പുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത്രയും ക്വാളിറ്റിയിലുള്ള പാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണ് നമ്മൾ പാലക്കാട് നിന്ന് എടുക്കും, നിലമ്പൂരുണ്ട് മണ്ണ്. ആ മണ്ണെടുത്ത് നമ്മൾ അരച്ച് ചവിട്ടി കുഴച്ച് എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചൂള വെക്കുന്നത്. അതിന് നമ്മൾ വിറകും ചകിരിയാണ് ഉപയോഗിക്കുന്നത്. കെമിക്കലായിട്ടൊന്നും തന്നെ നമ്മൾ ഈ മൺചട്ടിയിൽ ഉപയോഗിക്കുന്നില്ല. പാത്രങ്ങൾക്ക് പുറമെ അതിമനോഹരങ്ങളായ അലങ്കാര വസ്തുക്കളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. കലാകാരന്മാർക്ക് പിന്തുണ നൽകുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തുകയുമാണ് ഇത്തരം പ്രദർശനങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ഈ സംഘം തുടങ്ങിയത് 2010 2010 നമ്മൾ ഇങ്ങനെ ഓരോരോ ജില്ലയിൽ എക്സിബിഷൻ ചെയ്തപ്പോൾ മൺപാത്രങ്ങൾക്ക് ആളുകൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞങ്ങളിത് കൂടുതൽ നല്ല രീതിയിൽ ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഒരു 6 മാസം ചെയ്ത വർക്കാണ്. ഇത് നമ്മളിവിടെ സെയിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾ 6 മാസം വർക്ക് ചെയ്യും. ഇതേപോലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ചെന്നിട്ട് എക്സിബിഷൻ ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളടുത്ത് വന്ന് മേടിക്കുന്നവർക്കൊക്കെ അവിടുന്ന് കൊടുക്കുകയും ചെയ്യും. ടറാമാർട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റ ഐ ഡി ഉണ്ട്, അതുപോലെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അയച്ചും കൊടുക്കും. ഓരോ ദിവസവും ഭക്ഷണങ്ങളിൽ മായം കൂടി വരികയാണ്. അതുമൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വേറെയും. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മൺപാത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ 100 കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. പാത്രങ്ങളല്ലാതെ വോൾ മ്യൂറൽസ് ഉണ്ട്. അത് നമുക്ക് ചുമരൊക്കെ അലങ്കരിക്കാൻ വേണ്ടി, അതേപോലെ ഉള്ളിൽ വെക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ആദ്യം ആളുകളൊന്നും കൊണ്ടുപോയി ഉപയോഗിക്കുക, അപ്പോൾ അത് നല്ലതാണെന്നുള്ളത് പിന്നെ വീണ്ടും വന്നിട്ട് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ റിലേറ്റീവിന് ഗിഫ്റ്റ് കൊടുക്കാൻ. ഇപ്പോൾ എല്ലാവരും ഗോയിങ് വെരി മെഡിക്കലി അവെയർ, ഹെൽത്തി ആയിട്ട് കഴിക്കണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും വെക്കുന്നതും. സോ ആ ഒരു കോൺസെപ്റ്റിൽ വി തോട്ട് വി ജസ്റ്റ് കം ആൻഡ് സീ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും ചെറുതായിട്ട് ഓരോന്നങ്ങ് നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റുക. ലൈക്ക് അലുമിനിയം, നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ പ്ലാസ്റ്റിക്സ് അത് മാറ്റി ഓരോ മാസവും നമുക്ക് ഒക്കുന്ന പോലെ ഓരോന്ന് ആഡ് ചെയ്ത് വരിക. അറ്റ്ലീസ്റ്റ് വി ഷുഡൻറ്റ് ബി ടു ലേറ്റ്. അടുത്ത ജനറേഷനെങ്കിലും നമ്മളതൊന്ന് കാണിച്ചു കൊടുക്കണം. നവമാധ്യമങ്ങളിലൂടെ പ്രദർശനത്തെക്കുറിച്ച് അറിഞ്ഞെത്തിയവരാണ് ഏറെ പേരും. നിലമ്പൂരിൽ നിന്നുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മൺപാത്രങ്ങളാണെന്ന് മനസ്സിലാക്കി. പിന്നെ അവരുടെ ഫിനിഷിങ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടപ്പം ഫിനിഷിങ് കൂടെ നന്നായിട്ട് തോന്നി. പിന്നെ അവരുടെ പല ക്രിയേറ്റിവിറ്റീസും ഞാൻ കണ്ടു.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരുടെ പ്രസൻറ്റേഷനും അവരുടെ ഒരു സ്കിൽ നമുക്ക് അതിനകത്ത് മനസ്സിലാവും. സേഫസ്റ്റ് വേ ഓഫ് കുക്കിംഗ് ഏറ്റവും ഡിപ്പെൻഡബിൾ മണ്ണിൻ്റെ പാത്രങ്ങളായതുകൊണ്ട് അത് വന്ന് കണ്ട് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി വന്നത്. ഇതിപ്പോൾ തൈര് ഉറയൊഴിക്കാനും ഇതുപോലത്തെ പാത്രങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പഴയ രീതിയിലേക്ക് പോകാനുള്ള ഒരു ക്രേസാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. അത് കാരണമാണ് പഴമയിലേക്കുള്ള തിരിച്ചുപോക്കാണ് പലർക്കും മൺപാത്രങ്ങളുടെ ഉപയോഗം. എന്നാൽ അതിനപ്പുറത്ത് ആധുനിക ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായാണ് നിലമ്പൂരിലെ ഈ സംഘം പാത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.